So after a long time, welcome back to our channel Cinema Station and it's me NK. സോ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അത് ഈ ഒരു വീഡിയോ മാത്രമല്ല, നമ്മുടെ ചാനലിൽ എപ്പോഴായാലും ഒരുപാട് ഗ്യാപ്പിന് ശേഷമായിരിക്കും പുതിയൊരു വീഡിയോ വരുന്നത്. ഈ ഒരു സമയത്ത് കുറച്ചും കൂടി അധികം ഗ്യാപ്പായി എന്നുള്ളതാണ്. അത് വേറെ ഒന്നും കൂടെയല്ല, യൂട്യൂബിൽ വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എൻജോയ്മെൻറ്റ്, എൻ്റെ ഒരു ജോയ്ക്ക് വേണ്ടിയാണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിൽ ചാനൽ ഇപ്പോഴേ നല്ല രീതിക്ക് റീച്ച് ആയിട്ടുണ്ടാകും. സോ അങ്ങനെ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ അധികം പറഞ്ഞു മടുപ്പിക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബെസ്റ്റ് ആയിട്ടുള്ള 5 ക്രിസ്മസ് റിലേറ്റഡ് ആനിമേഷൻ സിനിമകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നത്. എന്തുകൊണ്ട് ആനിമേഷൻ സിനിമകളെന്ന് വെച്ചാൽ ലൈവ് ആക്ഷൻ സിനിമകൾ ഓൾറെഡി ഒരുപാടുണ്ട്, അതെല്ലാം പോപ്പുലറാണ്. അതിൽ തന്നെ ഹോം അലോൺ ഫ്രാഞ്ചൈസ് മാത്രം എടുത്താൽ മതി. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് ആനിമേഷൻ പടങ്ങളും ഉണ്ട്. അത് ഇത്രത്തോളം, അതായത് ലൈവ് ആക്ഷൻ പടങ്ങളോളം പോപ്പുലറായിട്ട് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് അത് പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. പിന്നെ ഇതൊക്കെ നിങ്ങൾ ക്രിസ്മസ് ദിവസം തന്നെ ഇരുന്ന് കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് എടുത്തു പറയാൻ കാരണം, ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ക്രിസ്മസ് ഡേ ഈവനിങ് എങ്ങനെ ആയിരിക്കും. സോ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവർ തന്നെ എന്തായാലും ക്രിസ്മസിന് ശേഷമായിരിക്കും കാണുന്നത്. സോ നിങ്ങൾ എപ്പോൾ കണ്ടാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമകളാണ്. പിന്നെ ഒരു ടോപ്പ് 5 ലിസ്റ്റാണെന്ന് വെച്ചിട്ട് ഞാൻ ഇതിൽ പറയുന്ന 5 സിനിമകളാണ് ഏറ്റവും ഗംഭീര ആനിമേഷൻ ക്രിസ്മസ് റിലേറ്റഡ് പടങ്ങളെന്ന് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല. കാരണം ഒരു അത്രയും പോപ്പുലർ ആയിട്ടുള്ള 3 ക്രിസ്മസ് റിലേറ്റഡ് ആനിമേഷൻ പടങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു പെർഫെക്റ്റ് 5 ലിസ്റ്റ് ആക്കണം എന്ന് വെച്ചിട്ടാണ്. ആ സിനിമകളൊക്കെ വെച്ച് ഫ്യൂച്ചറിൽ നമുക്ക് വേറെ വല്ല വീഡിയോസ് മേ ബി ചെയ്യാം. സോ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ലിസ്റ്റിൽ 5-ാമത്തേത് 2009 ഡിസ്നി പുറത്തിറക്കിയ എ ക്രിസ്മസ് കരോൾ. റോബർട്ട് സെമിസ്കിൻ്റെ സംവിധാനത്തിൽ 2009 പുറത്തിറങ്ങിയ ഒരു മോഷൻ ക്യാപ്ചർ ആനിമേഷൻ സിനിമയാണ് എ ക്രിസ്മസ് കരോൾ. വിഖ്യാത എഴുത്തുകാരനായ ചാൾസ് ഡിക്കൻസിൻ്റെ ഇതേ പേരിലുള്ള ചെറുകഥയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പിശുക്കനും ദുഷ്ടനുമായ ഒരു പലിശക്കാരന് ക്രിസ്മസ് തലേന്ന് രാത്രിയിൽ ഉണ്ടാകുന്ന സ്വപ്നങ്ങളും തുടർന്ന് അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. ഈ ഒരു സിനിമ ഞാൻ എല്ലാവർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. അതായത് ഈ ഒരു ലിസ്റ്റിൽ പറയുന്ന മറ്റ് സിനിമകൾ പോലെ എല്ലാവർക്കും അങ്ങനെ വർക്കാവുന്ന ഈ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിലും ഒരു വൺ ടൈം വാച്ചബിളിനുള്ള, അല്ലെങ്കിൽ വൺ ടൈം നമുക്ക് ബോറടിക്കാതെ അത്യാവശ്യം കണ്ടിരിക്കാനുള്ള പരിപാടി ഉണ്ട്. എങ്കിലും ദ ബെസ്റ്റ് എന്ന് ഞാൻ ഈ ഒരു സിനിമയെ പറയില്ല. സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. ലിസ്റ്റിൽ 4-ാമത്തേത് ഡ്രീം വർക്ക് ആനിമേഷൻ 2012 പുറത്തിറക്കിയ റൈസ് ഓഫ് ദി ഗാർഡിയൻസ്. കുട്ടിക്കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന സാന്റാക്ലോസ്, ഈസ്റ്റർ ബണ്ണി, സാൻഡ്മാൻ, ടൂത്ത് ഫെയറി ഇവരെല്ലാം യഥാർത്ഥമാണെന്നും അവർ കുട്ടികളുടെ സന്തോഷവും സ്വപ്നങ്ങളും രഹസ്യമായി കാക്കുന്നവരാണെന്നും പറയുന്ന ഒരു ഫാൻറ്റസി കഥയാണ്. കഥയുടെ പ്രധാന കഥാപാത്രം ജാക്ക് ഫ്രോസ്റ്റ്. മഞ്ഞും തണുപ്പും സൃഷ്ടിക്കാനാവുന്ന ഒരു ആത്മാവാണവൻ. എന്നാൽ കുട്ടികൾക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടവൻ ഒറ്റപ്പെടലും ആശയക്കുഴപ്പവും അനുഭവിക്കുന്നു. കുട്ടികളുടെ സന്തോഷത്തെയും വിശ്വാസത്തെയും നശിപ്പിക്കാൻ ഒരു ഇരുണ്ട ശക്തി വരുമ്പോൾ ഈ ഗാർഡിയന്മാർ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു. ആ സാഹചര്യത്തിലാണ് ജാക്ക് ഫ്രോസ്റ്റും ഈ ഗാർഡിയന്മാരിൽ ഒരാളായി മാറുന്നത്. സോ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ് റൈസ് ഓഫ് ദി ഗാർഡിയൻസ്. ചിത്രം അത്യാവശ്യം പോപ്പുലറാണ്. എങ്കിലും ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ലിസ്റ്റിൽ 3-ാമത്തേത് എനിക്ക് പേഴ്സണലി അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ആഫ്റ്റർ ക്രിസ്മസ്. ഈ ഒരു സിനിമ ആക്ച്വലി നമ്മുടെ കൊച്ചു TV-യിൽ പണ്ട് മലയാളം ഡബിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഓർമ്മയിൽ തപ്പിപ്പിടിച്ച് പോയിട്ടാണ് ഇതിൻ്റെ പേരും അതുപോലെ സിനിമയും കണ്ടുപിടിച്ചത്. സോ ആരെങ്കിലും അങ്ങനെ പണ്ട് കൊച്ചു TV-യിൽ ഇതിൻ്റെ മലയാളം ഡബ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സിനിമയിൽ സാന്റാക്ലോസ് കുടുംബത്തെ ഒരു മോഡേൺ ആംഗിളിൽ അവതരിപ്പിക്കുന്നു. ഇന്ന് കാലത്ത് സാന്റ എങ്ങനെ ലോകത്തെ മുഴുവൻ കുട്ടികൾക്കും ഒരേ രാത്രി സമ്മാനങ്ങൾ എത്തിക്കുന്നുവെന്ന് വളരെ സ്മാർട്ടും ഫണ്ണിയുമായ രീതിയിൽ സിനിമയിൽ കാണിക്കുന്നു. സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ആർത്തർ എന്ന സാന്റയുടെ ഇളയ മകനാണ്. സിനിമയിൽ ഫാമിലി ഇമോഷൻസും ക്രിസ്മസ് സ്പിരിറ്റും ഹ്യൂമർ അഡ്വഞ്ചറും എല്ലാം ബാലൻസ്ഡായി വന്നിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇമോഷണലി കണക്റ്റ് ആവുന്ന സിനിമയാണ് ആഫ്റ്റർ ക്രിസ്മസ്. സിനിമയിലെ ആനിമേഷൻ ക്വാളിറ്റി നമുക്കൊരു റിച്ച് ഫീൽ ആണ് നൽകുന്നത്. കൂടാതെ ബ്രിട്ടീഷ് ഹ്യൂമറും സിനിമയ്ക്കൊരു പ്രത്യേക ചാമ നൽകുന്നു. ക്രിസ്മസ് എന്നത് ഗിഫ്റ്റിനേക്കാൾ കൂടുതൽ കെയറിങ്ങിനെ കുറിച്ചാണെന്ന് സിമ്പിളായി ഓർമ്മിപ്പിക്കുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ആഫ്റ്റർ ക്രിസ്മസ്. സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ലിസ്റ്റിൽ 2-ാമത്തെ സിനിമ ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സിനിമയാണ് ക്രിസ്മസിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സിനിമകളിൽ ഒന്നായ പോളാർ എക്സ്പ്രസ്. ഈ ഒരു സിനിമയെക്കുറിച്ച് അധികം ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു സിനിമയാണ്. ഗ്രാൻഡ് റാപ്പിഡ്സ് ടൗണിലെ താമസക്കാരനായ ഒരു കുട്ടിയിൽ നിന്നുമാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. സ്വപ്നജാലങ്ങളിൽ എവിടെയോ അവൻ നോർത്ത് പോളിലേക്ക് പുറപ്പെടുന്ന പോളാർ എക്സ്പ്രസ്സിലെ യാത്രക്കാരനാവുന്നു. തൻ്റെ വീടിന് മുമ്പിൽ നിന്നും അങ്ങകലെ സാന്റയുടെ നാട്ടിലേക്കൊരു തീവണ്ടി യാത്ര. മോഷൻ ക്യാപ്ചർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രത്തിൽ ടോം ഹാങ്ക്സ് ഒന്നിലധികം മുഴുനീള വേഷങ്ങൾ ചെയ്യുന്നു.
അഭിനേതാക്കളുടെ ശാരീരിക ചലനങ്ങളെ ക്യാപ്ചർ ചെയ്ത് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് ആനിമേഷൻ പൂർത്തിയാക്കിയതിലൂടെ ചിത്രം ഗിന്നസ് റെക്കോർഡിലടക്കം ഇടം പിടിച്ചിട്ടുണ്ട്. ക്രിസ് വാൻ അൽസ്ബർഗിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് പോളാർ എക്സ്പ്രസ്. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആനിമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മാറ്റി നിർത്താനൊന്നും പാടില്ല. മസ്റ്റ് വാച്ചബിളാണ്. കണ്ടിട്ടില്ല ലൈഫ് ടൈം മിസ് എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ലിസ്റ്റിൽ ഒന്നാമത്തേത് സെർജിയോ പാബ്ലോ സംവിധാനം ചെയ്ത് 2019 നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ക്ലൗസ്. ചിത്രത്തിൽ പറയുന്നത് ധനികനായ ഒരു പോസ്റ്റ് മാസ്റ്ററുടെ മകനായ കുഴിമടിയനും ധൂർത്തനുമായ ജസ്പർ യൊഹാൻസനെയാണ്. ഒരു ദിവസം ജസ്പറിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ പിതാവ് അവനെ സ്മീറൻസ്ബർഗ് എന്ന നിഗൂഢമായ ഒരു ചെറുഗ്രാമത്തിലെ പോസ്റ്റ്മാനായി നിയമിക്കുന്നു. 6000 കത്തുകൾ ഡെലിവറി ചെയ്താൽ മാത്രമേ അവൻ പരീക്ഷണത്തിൽ വിജയിക്കൂ. പക്ഷേ അവിടെ ജസ്പറിനെ കാത്തിരിക്കുന്നത് കുടിവകയോടെ പരസ്പരം കലഹിക്കുന്ന നാട്ടുകാരാണ്. എന്നാൽ സ്മീറൻസ്ബർഗിൻ്റെ അധികം ആരും കടന്നു ചെല്ലാത്ത കോണിൽ മറ്റൊരു അത്ഭുതം കൂടി ജസ്പറിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ചിത്രം മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള 2019 അക്കാഡമിക് നോമിനേഷനിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ക്ലൗസ് എന്ന ഈ ഒരു ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. മസ്റ്റ് വാച്ചബിൾ ആണ്. വല്ലാത്തൊരു അനുഭവമാണ് ക്ലൗസ് എന്ന് പറയുന്ന ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. പലരും എനിക്ക് തോന്നുന്നു ഞാൻ പോളാർ എക്സ്പ്രസ് ഫസ്റ്റ് പ്ലേസിൽ കൊടുക്കുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവാം. എന്നാൽ എനിക്ക് പേഴ്സണലി ക്ലൗസ് ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ബെറ്റർ എന്ന് വെച്ചാൽ രണ്ടും രണ്ട് ടൈപ്പുള്ള സിനിമകളാണ്. എങ്കിലും ഈ ഒരു സിനിമയിലെ ഇമോഷൻസൊക്കെ കുറച്ചും കൂടി മെച്യൂർഡായിട്ടുള്ള ഇമോഷൻസൊക്കെ ആയിട്ട് തോന്നി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാം. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും ക്വസ്റ്റ്യൻസും ഒക്കെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും. അപ്പോൾ ഇതിലും മികച്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമെന്ന പ്രതീക്ഷയോടെ ബൈ.